Thank you, Dr. Danish. Thank you, Dr. Deepthi Anand. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2011 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് അന്തരിച്ച ഡോക്ടർ പ്രഫുൽ വിജയക്കറിന്റെ ശിഷ്യയും ആ പാത പിന്തുടരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അനിത സോമനാണ്. ഡോക്ടർ അനിത സോമന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ അനിത സോമനെയും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. നന്ദി. ഡോക്ടർ അനിത സോമൻ, നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമേ നമ്മുടെ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹനുമാന് എൻ്റെ പ്രണാമം. അതോടൊപ്പം തന്നെ എൻ്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയക്കർ സാറിനും പ്രണാമം. ഇന്ന് ഞാനൊരു മെഡിസിനെ പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. ദാറ്റ് ഈസ് ബരേറ്റ കാർബ്. അത് ബരേറ്റ കാർബ്, അതിൻ്റെ അവിടെ ബരേറ്റയോട് ചേരുന്ന ബാക്കി മെഡിസിൻസിന് സമയം കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഡിസ്കസ് ചെയ്യാം. ബരേറ്റ കാർബ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബരേറ്റ കാർബ് എപ്പോഴും ഗ്രോത്തിനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഗ്രോത്ത് വേണ്ട എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി. നമ്മളിപ്പോ ഫിസിക്കലി ആണ് പറയുന്നത്. ഷോർട്ട് ഇൻ സ്ട്രേച്ചർ ആണ്, എല്ലാവരും പൊക്കം കുറഞ്ഞവരായിരിക്കും. ഹു ഹാസ് ഗ്രോ ഹിസ് ഓർ ഹെർ ഓൺ നോർമൽ ഹൈറ്റ് വരത്തില്ല. അതെന്ന് പറഞ്ഞാൽ അവരെ ജനറ്റിക്കലി അങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന ഡാർഫിഷ്നെസ് ആണ്. ഡാർഫിഷ്നെസ് മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി ആണ്. ഫിസിക്കലി ബരേറ്റ കാർബ് ആണെങ്കിൽ ഷോർട്ട് ആൻഡ് ബൾക്കി വിത്ത് റൗണ്ടഡ് ഷേപ്പ് ഓഫ് ദി ഫേസ് ആണ്. വിത്ത് തിക്ക് ഷോർട്ട് നെക്ക് ആയിരിക്കും, ആൻഡ് തിക്ക് ലിപ്സ് ആയിരിക്കും, ആൻഡ് റൗണ്ടഡ് ബ്രോഡ് ബേസ് ഓഫ് നോസ് ആണ്. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആൻഡ് ഫിംഗേഴ്സ് ആൻഡ് ടോസ് ആർ തിക്ക് ആയിരിക്കും. എല്ലാം തിക്കായിട്ടാണ് അവരുടെ ബരേറ്റ കാർബിനെ കാണുന്നത്. അതേസമയം ബരേറ്റ മോറും ഇതേ ഇതാണെങ്കിലും മ്യൂറിയാറ്റിക് എപ്പോഴും തിന്നാണ്. അവരെപ്പോഴും തിൻ നെക്കായിരിക്കും, എലോങ്ങേറ്റഡ് നെക്കായിരിക്കും, ഷാർപ്പ് ഫീച്ചേഴ്സ് ആയിരിക്കും. ഫേസും തിന്നായിട്ടുള്ള ഫേസ്, എലോങ്ങേറ്റഡ് ഫേസ് ആയിരിക്കും. ഹൈപ്പർ സൈക്കോസിസും വരാം. ഹൈപ്പർ സൈക്കോസിസിലാണെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഗ്രോത്ത് ഓഫ് ദി ബരേറ്റ കാർബ് ആയിരിക്കും, ഭയങ്കര പൊക്കമായിരിക്കും. ഈ രണ്ട് എക്സ്ട്രീമും വരാം, അതാണ് അതിലുള്ള പ്രത്യേകത. പിന്നെ സെക്കൻഡ് ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ബാൾഡ്നെസ് ആണ്. ബാൾഡ്നെസ് ഓഫ് ദി ഹെയർ ലൈൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫോർഹെഡ് തൊട്ട് ബാൾഡ് തുടങ്ങും. ഏർലി ബാൾഡ്നെസ് ആണ് ഇവരുടെ ഏറ്റവും പ്രത്യേകത അറ്റ് ദ ഏജ് ഓഫ് 25 to 30 years. ആസ് വെൽ ആസ് ബരേറ്റ മോറിനും ബാൾഡ്നെസ് ആണ് ഏറ്റവും ഫിസിക്കൽ ഫീച്ചർ ആയിട്ട് വരുന്നത്. അടുത്ത മെന്റൽ ഫീച്ചേഴ്സ് എടുത്താൽ ആദ്യം നമ്മൾ നോക്കുന്ന വിൽ പവർ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. വിൽ പവർ ബരേറ്റ കാർബിന് എപ്പോഴും ടിമിഡ് ആൻഡ് ബേസ്ഫുൾ ആണ്, ലാക്ക് ഓഫ് വിൽ പവർ ആണ്, വീക്ക് വിൽ പവർ ആണ്. പ്രസൻസ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല, അഗ്രവേഷൻ ആണ്. ചിൽഡ്രൻ കവറിങ് ദെയർ ഫേസ് വിത്ത് ദെയർ ഹാൻഡ്സ് ആൻഡ് ലുക്ക് ത്രൂ ബിറ്റ്വീൻ ദെയർ ഫിംഗേഴ്സ് കൂടെയാണ് നോക്കുന്നത്. ഹൈഡ്, ഡിസൈർ ടു ഹൈഡ് ചിൽഡ്രൻ ഇൻ വെൻ സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഖം മറയ്ക്കും. പീപ്പിൾ ഹു ഹാവ് നോ കോൺഫിഡൻസ് ഇൻ ദംസെൽസ്. Responsibility is very late in children as well as adult. Childish behavior in adolescent age as well as in old age. Always when coming to clinical വരുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ബൈസ്റ്റാൻഡർ കൂടെ കാണും. ഒന്നുകിൽ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൗസ് ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ വരുമ്പോഴേ ഈ പേഷ്യന്റ് കീപ് ക്വയറ്റ് ആയിട്ടായിരിക്കും, മിണ്ടാതെ ഇരിക്കും. എന്നിട്ട് ബൈസ്റ്റാൻഡർ ആണ് അവരുടെ കംപ്ലൈൻസ് എല്ലാം പറയുന്നത്.
പേഷ്യന്റ് ഇത് കണ്ടിട്ട് തല കുലുക്കുക, ശരിയാ ശരിയാ എന്നിട്ട് ചിരിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളു, ജസ്റ്റ് സ്മൈൽ. പക്ഷെ അവരെ മുഖം നോക്കി കഴിഞ്ഞാൽ അവര് ഇഡിയോട്ടിക് ലുക്ക് കാണത്തില്ല, ഫൂളിഷ് ലുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അവർ ചിലപ്പോൾ ഒരു ഓഫീസർ ആയിരിക്കാം, ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ബട്ട് ഡസ് നോട്ട് ഹാവ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. അതാണ് അവരുടെ ഏറ്റവും പ്രധാനം. അവർക്ക് എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ്. പീപ്പിൾ വിത്ത് ടു മച്ച് കോൺഫിഡൻസ് ഉള്ളവരും ഉണ്ട്. അവർക്ക് കോൺഫിഡൻസ് ഭയങ്കര കൂടിയിട്ട് അത് ലീഡിങ് ടു ഫൂളിഷ്നെസ്സിലോട്ട് പോകുന്ന കണ്ടീഷനും ഉണ്ട്. രണ്ട് എക്സ്ട്രീമാണ് വരുന്നത് ഇതിന്. They have lack of ability to consider what is possible and what is not. Lack of ability to foresee the consequence. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവില്ല, നേരത്തെ കാണത്തില്ല. നോ തിങ്കിങ് പവർ ഓഫ് കോൺസിക്വൻസ്. കോൺസിക്വൻസ് എന്താകും എന്നുള്ള തിങ്കിങ് പവറേ ഇല്ല. ദാറ്റ് ഈസ് മീൻസ് ഹീർലെസ് ബിഹേവിയർ അല്ലെങ്കിൽ കെയർലെസ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് നേച്ചർ ആയിരിക്കും. അത് ഉദാഹരണം പറയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടില് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടില് ഒരു ചെറുക്കൻ കാറും കൊണ്ട് കയറി. അപ്പൊ അവരെ വരയിട്ടാണ്. അവനറിയാമല്ലേ പ്രസിഡന്റ്, അതും അമേരിക്കൻ USA പ്രസിഡന്റിന്റെ വീട്ടിൽ കയറാനൊക്കെ. അപ്പൊ അവര് വരേറ്റ ആയോണ്ടല്ലേ ധൈര്യത്തിൽ ഇങ്ങനെ കയറി. ദാറ്റ് ഈസ് ഫൂളിഷ് ബിഹേവിയർ ആണ്. അവൻ സ്വയം മരിക്കേണ്ടി വന്നു. പീപ്പിൾ ഹു ആർ unarguably or unreasonably obstinate ആയിരിക്കാം. Once an idea gets embossed in the mind, nothing can shake it. അവർക്ക് ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അതിനെ ആർക്കും മാറ്റാക്കൂല, കാരണം ഒരു ഫിക്സഡ് ഐഡിയ ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. Here most difficult thing to make them follow do's and don'ts of ഹോമിയോപ്പതിയെ പറ്റി പറയാനേ ഒക്കില്ല. ഉദാഹരണത്തിന് ഒരു എക്സിമ കേസായിരുന്നു. അത് എക്സിമ കേസ്, പ്രായമുള്ള ആളാണ്, എക്സിമ കേസായിരുന്നു. അയാൾ ഓയിൻമെന്റ് എല്ലാം പുരട്ടിയിട്ട് അയാൾ കിഡ്നി ഡിസീസ് ആയിട്ട് വന്നു. അപ്പൊ കിഡ്നി ഡിസീസ് ആയിട്ട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് അയാൾ പറയുന്നില്ല, അയാളുടെ ഭാര്യയാണ് വന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടാണ് ഉണ്ടായത്, അത് ഓയിൻമെന്റ് ഇട്ടപ്പോഴാണ് വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഒരു കുറവുമില്ല ഡോക്ടറെ എന്നങ്ങനെ വന്നു. അങ്ങനെ ഞാൻ കേസൊക്കെ എടുത്ത് കൊടുത്തു, മെഡിസിൻ കൊടുത്തു, റെമഡി കൊടുത്തു. റെമഡി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പേഷ്യന്റും ഈ വൈഫിന്റെ അടുത്തും പറഞ്ഞു, ഓയിൻമെന്റ് ഒരിക്കലും പുരട്ടരുത്, കാരണം ഹെറിങ്സ് ലോ ഓഫ് ക്യൂർ നടക്കും. കറക്റ്റ് ഇത് എക്സിമ സപ്രസ് ചെയ്താണ് കിഡ്നി ഡിസീസ് വന്നത്. അപ്പൊ കിഡ്നി ഡിസീസ് പോകുമ്പോൾ എന്തായാലും എക്സിമ വരും, കാരണം എസ്റ്റ്യൂറൈസേഷൻ നടക്കണം, തീർച്ചയായിട്ടും നടക്കണം. കാരണം വേസ്റ്റ് പ്രോഡക്റ്റിനെ സ്കിന്നിലോട്ട് കളയണം, അത് ഷുവറാണ്. അപ്പൊ അത് നടക്കണമെങ്കിൽ ഈ കറക്റ്റ് റെമഡി ആണെങ്കിൽ അത് നടന്നിരിക്കും. അപ്പൊ അത് തന്നെത്താൻ തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഓയിൻമെന്റ് അപ്ലൈ ചെയ്യരുത്. പക്ഷേ ഈ പേഷ്യന്റിന്റെ അടുത്തും പേഷ്യന്റിന്റെ ഭാര്യ അടുത്തും പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ലായിരുന്നു. അടുത്ത തവണ വന്നപ്പോഴും ഓയിൻമെന്റ് വരട്ടി വീണ്ടും കിഡ്നി പ്രോബ്ലം ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത വേലത്തരം കാണിക്കുമെന്ന് നിങ്ങൾ നേരത്തെ എത്ര തവണ പറഞ്ഞതാ. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ബരേറ്റ ആണെന്ന്. ഞാൻ ബരേറ്റ കാർബ് കൊടുത്ത് ആ പേഷ്യന്റ് പിന്നെ പറഞ്ഞു കൊടുത്ത്, അവര് ആ വൈഫിന്റെ കൂടെ മോളൂടെ വന്നായിരുന്നു, അയാളുടെ മോളൂടെ വന്ന് മോളുടെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുത്ത്, വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പൊ അയാള് ചോദിക്കാൻ എൻ്റെ അടുത്ത്, ഡോക്ടറെ എങ്ങനെയാണ് ഈ എക്സ്റ്റേണൽ ഡിസീസ് ഇന്റേണൽ മെഡിസിൻ കൊണ്ട് മാറുന്നത്? ഡോക്ടർ എന്തൊരു ഫൂളാണോ, ഫൂളിഷ് തരം പറയുന്നത് എന്തിനാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നടക്കേണ്ടത്, പ്രകൃതി നിയമം ഇതാണ്. അപ്പൊ അങ്ങനെ പോകുള്ളൂ, പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പോയെങ്കിലേ പറ്റുള്ളൂ. കാരണം ന്യൂറോ എക്ടോഡേമിൽ നിന്ന് എക്ടോഡേമിലോട്ട് പോകണം. ന്യൂറോ എക്ടോഡേം കാരണം മീസോഡേമിലാണ് പിടിച്ചേക്കുന്നത്, അവിടെ നിന്ന് എക്ടോഡേമിലോട്ട് പോയെങ്കിലേ ഡിസീസ് മാറുള്ളൂ. എങ്ങനെയും വേസ്റ്റിനെ വെളിയിൽ കളഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞു കൊടുത്ത് എന്തായാലും അതിൽ നിന്ന് കുറഞ്ഞു. പിന്നെ ഇവരുടെ ഇന്റലക്ട് എന്ന് പറയുന്നത് ഒരു മിസ്പ്ലേസ്ഡ് ഇന്റലക്ട് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻഡിസ്ക്രിപ്ഷൻ ആണ്, അവർക്ക് തിരിച്ചറിഞ്ഞൂടാ ശരിയേത് തെറ്റേതെന്ന്. ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്ന ആള് മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ ലാഫ് ചെയ്യും, ഒരു കാരണവും ഇല്ലാതെ ചിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ അപ്പൊ ബോസ് വഴക്ക് പറയുമ്പോഴത്തേക്ക് അതേം നോക്കി ബോസിനെ നോക്കി ചിരിക്കും. അപ്പൊ ബോസിന് ദേഷ്യം വരുന്ന,
അപ്പൊ ലാഫിങ് അറ്റ് സീരിയസ് മാറ്റേഴ്സ് അല്ലെങ്കിൽ സ്മൈലിങ് എലോൺ വെറുതെ ഇരിക്കുമ്പോ തന്നെ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക, അതാണ് ഇവരുടെ ഒരു ഇന്റലക്ട്. പീപ്പിൾ ഹു ആൻസേഴ്സ് റോങ്ലി, അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാം ടോക്കൺ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് പറയുന്നത് അവരുടെ ഫോൺ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് നമ്പർ ആയിരിക്കാം. ടോക്കൺ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തവണ വരുമ്പോഴും ടോക്കൺ നമ്പർ ചോദിക്കുമ്പോ ഇതാണ് പറയുന്നത്. എന്നിട്ട് പറയും സോറി ഐ മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറയും. ഇതാണ് ആ പേഷ്യന്റ്. ദാറ്റ് ഈസ് ആൾസോ പരേറ്റയാണ്. പിന്നെ പീപ്പിൾ ഹു ആർ കൺഫ്യൂസ്ഡ് വൈൽ ആൻസറിങ്, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും. അവർ പറയുന്ന തെറ്റാണോ എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും. പിന്നെ ബൈസ്റ്റാൻഡർ ആണ് കാര്യങ്ങൾ പറയുന്നത്. പീപ്പിൾ ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് റോങ് പ്രയോറിറ്റീസ് അബൌട്ട് ഓൺ ഹെൽത്ത്. ഈ ഹെൽത്തിന് അവർ റോങ് പ്രയോറിറ്റി, മിസ്പ്ലേസ്ഡ് ആണ്. അവരുടെ ഹെൽത്ത് പോലും അവർ മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് ആയിരുന്നു. ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് ഓപ്പറേഷൻ നടത്തി, പക്ഷെ വീണ്ടും ബ്രെയിൻ ട്യൂമർ വന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അയാൾക്കൊരു തലയിൽ ഹെഡ് എക്സിമ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വലുതായിട്ട് ഒരു എക്സിമയാണ് വന്നത്. അത് ഓയിൻമെന്റ് ഇട്ട് അത് സപ്രസ് ചെയ്താണ് ഈ ബ്രെയിൻ ട്യൂമർ വന്നത്. അപ്പൊ മെഡിസിൻ നമ്മൾ കൊടുത്തപ്പോഴ് ഈ ട്യൂമർ ചുരുങ്ങുന്നതോടൊപ്പം ആ എക്സിമ വന്നേ പോവുള്ളൂ, എസ്റ്റ്യൂറൈസേഷൻ നടക്കണം. അപ്പൊ ആ പേഷ്യന്റിനടുത്ത് പറഞ്ഞു കൊടുത്തിട്ടും പേഷ്യന്റ് ഭാഗ്യത്തിന് ഒന്നും ചെയ്തില്ല, ഓയിൻമെന്റ് പുരട്ടിയില്ല. അടുത്തവണ വന്ന് പറഞ്ഞ് ഡോക്ടറെ ഏതാണ്ട് തല അത്രയും ചൊറിഞ്ഞ് ഞാൻ ഊപ്പാട് വരുന്നു ഡോക്ടറെ, എന്തെങ്കിലും ഓയിൻമെന്റ് പുരട്ടാൻ എഴുതിത്താ. ഞാൻ പറഞ്ഞു പുരട്ടാൻ പാടില്ല, നിങ്ങളുടെ ട്യൂമർ എന്ന് പറയുന്നത് ഏറ്റവും മേജർ ഡിസീസാണ്. നമുക്ക് ഇത് വെളിയിൽ വന്ന് പോകുന്ന ഇത്തിരി ചൊറിയണമെന്നുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്നേ ഉള്ളു. നിങ്ങൾ അത് മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ഓയിൻമെന്റ് പുരട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് തന്നെ മാറിക്കൊള്ളും. നിങ്ങളുടെ കറക്റ്റ് മരുന്നാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്, നിങ്ങൾക്ക് അസുഖം മാറുകയാണ്. അപ്പൊ ഇവര് റോങ് പ്രയോറിറ്റീസ് ആണ്, എല്ലാത്തിനും റോങ് പ്രയോറിറ്റീസ് ആണ് അവർ കാണുന്നത്. വർക്കിലായാലും ഹൗസ് ഹോൾഡ് വർക്ക് ആയാലും ഏത് അവർ ചെയ്യുന്ന ജോലിയിലും എല്ലാം. ഉദാഹരണത്തിന് എന്റെ ഹൗസ് മെയ്ഡ് ആണെങ്കിൽ പുള്ളിക്കാരി ഒരു ബലൈറ്റ കാർബ് പേഷ്യന്റ് ആണ്. പുള്ളിക്കാരി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരാളെ എന്ന് നോക്കിയപ്പോഴത്തേക്കും സിങ്കിന് വെള്ളം അത്രയും തുറന്നു വിട്ടേക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് തൂത്തോണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്നിട്ട് ഈ വെള്ളം അത്രയും തുറന്നു വിട്ടേക്കുന്നു? അത് ആ പാത്രമൊക്കെ കോരാനാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ പാത്രം കോര ഇങ്ങനെ ഫ്രൂട്ട്സിന് വെള്ളം, ഇതെല്ലാം അമൂല്യമാണ്, ഇയാൾ എന്തിനു ചൊറന്ന് ഞാൻ തന്നെ പോയി അടച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വെള്ളം തുറന്നു വിടരുത്, കോരാനെന്നും പറഞ്ഞ് വെള്ളം തുറന്നു വിടാമോ ഇങ്ങനെ. അതുപോലെ ഒരു തവണ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്ന് അരിയുന്നു. ഞാൻ ചോദിച്ചേട്ടാ ഈ സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാത്രം ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തിനിങ്ങനെ ചെയ്തേക്കുന്നത്? അത് ഇത് അരിഞ്ഞിട്ട് വെക്കാനാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. അരിഞ്ഞിട്ട് വെക്കാൻ അപ്പൊ കത്തിച്ചാ പോരെ, ഇപ്പഴെന്തിനാ കത്തിച്ച? അത് ഞാൻ ഓഫ് ചെയ്ത്. അപ്പൊ അത് വരേറ്റമായിരുന്നു എന്റെ ഹൗസ് മെയ്ഡ്. പുള്ളിക്കാരിക്ക് വരേറ്റ് കൊടുത്തപ്പോ ചെറിയ മാറ്റം വന്നു. പക്ഷെ ജനറ്റിക് ക്യാരക്ടർ നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാണ്. ഈ നെഗറ്റിവിറ്റി ഒത്തിരി മാറ്റി കിട്ടും, അല്ലാതെ ജനറ്റിക് ക്യാരക്ടർ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അത് അവരുടെ ജീൻസിൽ കൂടെ വന്നു കഴിഞ്ഞു. പിന്നെ പീപ്പിൾ ഹു ആർ ഫിക്സഡ് ഇൻ ദെയർ റുട്ടീൻസ്, അവർ ചെയ്യുന്ന ജോലിയിൽ അവർ ഫിക്സ്ഡ് ആയിരിക്കും. പീപ്പിൾ ഹു ഹാവ് ബിക്കം മെക്കാനിക്കലി ഡൂയിങ് എ ബോറിംഗ് ജോബ് റുട്ടീൻലി ഫോർ ഇയേഴ്സ് വിത്തൗട്ട് കംപ്ലൈനിങ് ഈസ് ബരേറ്റയാണ്. ബരേറ്റ പേഷ്യന്റ് ഒരിക്കലും അവർ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതിനൊരു വ്യത്യാസം പറ്റില്ല. എത്ര ബോറിംഗ് ജോലി ആയാലും വർഷങ്ങളായിട്ട് അവരത് തന്നെ ചെയ്യും. അത് റുട്ടീനിസ്റ്റിക് ആയിട്ട് ഡെലിജന്റ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്യും. അത് അവർക്ക് ബോറില്ല. പക്ഷേ കാരണം ഇവർക്ക് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിനുമായിട്ട് കോർഡിനേഷൻ ശരിയായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ അടുത്ത ഒരു ജോലിയിലോട്ട് പോകണം. നമുക്കാണ് കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ ബോറിംഗ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ പേഷ്യന്റ് അങ്ങനെയല്ല, അവരതിൽ അക്കസ്റ്റംഡ് ആണ്. ജഡ്ജ്മെന്റ് ആർ ടോട്ടലി ലാക്കിംഗ്
ടു ചേഞ്ച് എ സിറ്റുവേഷൻ. അവർക്ക് ആ ജഡ്ജ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇത് ബോറിംഗ് ആണ്, അവർക്ക് ബോറിംഗ് ആയാലും കുഴപ്പമില്ല, അവർ കംപ്ലൈന്റ് ചെയ്യാതെ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കും. But actors could not change their routine as well as could not accept anything new circumstances suddenly. ഒരു ന്യൂ ജോബ് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. Their aversion to change or progress. ചേഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രസ് ആണ്, ദാറ്റ് ഈസ് സൈക്കോട്ടിക് ആണ്. അപ്പൊ അങ്ങനെ ഉയരണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അവർ നിൽക്കുന്ന സൈക്കോട്ടിക്, ഫിക്സഡ് സൈക്കോട്ടിക് മാസത്തിൽ അവരങ്ങ് നിൽക്കും. ആൻഡ് പ്രോഗ്രസ് മീൻസ് ചേഞ്ച് ആണ്. To foresee improvement, innovations, new experimentation should need analytical mind വേണം. That can deduce the things and comes to right conclusion. This is absent in Pareto. Certain അത് ഒരു സർജൻ ഉണ്ടായിരുന്നു, അവര് ഭയങ്കര റുട്ടീനിസ്റ്റിക്. അവര് പണ്ട് ചെയ്ത അവർ പെർഫെക്റ്റ് ഒരു സർജനാണ്. പക്ഷെ അവരന്ന് തുടർന്ന് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അവര് സ്കാൻ ചെയ്യൂല, ബാക്കിയുള്ള മോഡേൺ എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. പണ്ട് എങ്ങനെയാണ് സർജിക്കൽ ടെക്നിക്ക് ചെയ്ത ആ രീതിയിൽ ഫോളോ ചെയ്യാൻ അവർക്ക്. മറ്റു ന്യൂ ഗാഡ്ഗറ്റ്സും മോഡേൺ മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒന്നും അവർക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ദാറ്റ് ഈസ് എ പരേറ്റ ആണ് അവര്. അതുപോലെ ഒരു ബരേറ്റ പൈലറ്റ് ഒരു പ്ലെയിനിൽ ഉണ്ടായിരുന്നു, ഹു ഈസ് സപ്പോസ് ടു ബി ആൻ എക്സ്പെർട്ട് ഇൻ ഫ്ലൈയിങ് പ്ലെയിൻ പറത്താൻ അവൻ ഭയങ്കര എക്സ്പെർട്ടാണ് വർഷങ്ങളായിട്ട്. പക്ഷെ ഹി ഡിഡ്ന്റ് ഹാവ് എ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. എന്താ അത് എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോഴത്തെ അത് ഭയങ്കര പ്രയാസമാണ് കാർ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം അവർ അക്കസ്റ്റംഡ് ടു ദാറ്റ് റുട്ടീൻ ടെസ്റ്റ് ആസ് എ പൈലറ്റ്. അത് മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് അവരെന്താ ചെയ്യും, റെഫ്യൂസ് പ്രൊമോഷൻ ഫോർ ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്ന് പറഞ്ഞ് പ്രൊമോഷൻസ് എടുക്കത്തില്ല. അത് എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവര് വലിയ സ്ഥലത്തെ ഉദ്യോഗസ്ഥയാണ്. ഞാനിതിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, പണ്ടത്തെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവര് വലിയ ഉദ്യോഗസ്ഥ, അവര് ഒരു ഷീസോഫ്രനിയായിട്ടാണ് കൊണ്ടുവരുന്നത്. പുള്ളിക്കാരിക്ക് പ്രൊമോഷൻ വന്നിട്ട് പുള്ളിക്കാരിക്ക് അത് പ്രൊമോഷൻ എടുത്തേ പറ്റുള്ളൂ. അത് എടുക്കാൻ വയ്യ. പുള്ളിക്കാരി ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി റിസൈൻ ചെയ്യാനായിട്ട് എഴുതി കൊടുത്ത്. അപ്പൊ അവര് ബോസ് എന്ന് പറഞ്ഞു, എന്തിനാ നിങ്ങൾ റിസൈൻ ചെയ്യുന്നത്? കാരണം അടുത്ത താഴെ കിടക്കുന്നവർക്ക് പ്രൊമോഷൻ വരണമെങ്കിൽ, ഇവരുടെ പോസ്റ്റിലോട്ട് വരണമെങ്കിൽ ഇവർ പ്രൊമോട്ട് ആയി പോയെങ്കിലേ പറ്റുള്ളൂ. അവരൊട്ട് പോകത്തുമില്ല. അങ്ങനെ അവരുടെ മദറാണ് കൊണ്ടുവന്നത്. ഇത് പരേറ്റ മൂറായിരുന്നു. ലീൻ തിൻ പേഴ്സൺ ആയിരുന്നു, ഭയങ്കര ഷാർപ്പ് ഫീച്ചേഴ്സ് ആയിരുന്നു, ഹൈലി ഇൻട്രോവേർട്ട് പേഴ്സൺ ആയിരുന്നു, ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ ആയിരുന്നു. അപ്പൊ അവർക്ക് ജോലി റിസൈൻ ചെയ്യണം. അത് ഞാൻ എടുത്തത് ലെറ്റ്സ് കട്ട് ഓഫ് ആസ് വെൽ ആസ് എന്തോ എന്താണ് ഞാൻ എടുത്തതെന്ന് റൂബ്രിക്ക് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പരേറ്റ മൂറാണ് കൊടുത്ത. 200 2 ഡോസ് കൊടുത്തു. ഒരു മാസം കഴിഞ്ഞിട്ട് അവര് ജോലിയിൽ പ്രൊമോഷനായി, HR ആയിട്ട് കയറി. എന്നിട്ട് അവരുടെ വർക്കർ എൻ്റെ വീടിനടുത്തുള്ളതാണ്, അവരടുത്ത് പറഞ്ഞു വിട്ട്, ഡോക്ടറെ മരുന്ന് തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ ഹയർ പൊസിഷനിലോട്ട് കയറി കഴിഞ്ഞ് എനിക്ക് ഇനിയും മെഡിസിൻ വേണമെന്ന് പറഞ്ഞ് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സിംഗിൾ മെഡിസിൻ ഹനുമാൻ പറഞ്ഞ പോലെ മിനിമം ഡോസ് കൊടുത്താൽ മതി, അവിടെ ആക്ട് ചെയ്തിരിക്കും. അവരുടെ സ്റ്റെം സെൽസിൽ ചെന്ന് ആക്ട് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്യിക്കും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ പീപ്പിൾ ഹു കനോട്ട് ടേക്ക് മൾട്ടി ടാസ്കിങ് അറ്റ് എ ടൈം. ഒരേ സമയം മൾട്ടി ടാസ്കിങ്, ഇപ്പൊ എല്ലാം മൾട്ടി ടാസ്കിങ് ചെയ്തെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. കാലത്തെ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ കാലത്തെ ചായ ഇടണം, ആ സമയത്ത് തന്നെ അരി കഴുകി എടുത്തിടണം, അതേ സമയത്ത് തന്നെ ഫോണിൽ മെസ്സേജ് അയക്കണം. ഇങ്ങനെയുള്ള ഒരു മൾട്ടി ടാസ്ക് ആണ് ചെയ്യുന്നത്. ഇത് അവർക്ക് ചെയ്യാൻ ഒക്കില്ല. വരയിട്ടയാണെങ്കിൽ അത് ചെയ്യത്തില്ല. പിന്നെ പീപ്പിൾ ഹു കനോട്ട് ചേഞ്ച് ദർ പ്ലാൻസ് അറ്റ് ലാസ്റ്റ് മൊമെന്റ്. പ്ലാൻ ഒരിക്കലും മാറ്റില്ല, അവർ ഫിക്സഡ് ആണ്. അവർക്ക് നേരത്തെ ചെയ്തെന്ന പ്ലാൻ ഏതാണ് അതിൽ മാത്രമേ അവർക്ക് നിൽക്കുകയുള്ളൂ. People who cannot observe properly, people who can be cheated again and again. ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് ചീറ്റ് ചെയ്യാൻ സാധിക്കും.
എത്ര ചെയ്താലും റിപ്പീറ്റ്, അവര് സെയിം മിസ്റ്റേക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അറിഞ്ഞൂടെ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണോ എന്ന്. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ മിസ്റ്റേക്ക്. ദേ കുഡ് നോട്ട് ലേൺ ദെയർ മിസ്റ്റേക്ക്. ഫ്രം ആ മിസ്റ്റേക്കിൽ നിന്ന് അവർക്ക് പാഠം പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ലേണിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആണ്. ലാക്ക് ഓഫ് എബിലിറ്റി ടു കോർഡിനേഷൻ ആണ്. ലേൺ ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ യെറ്റ് റിമെയിൻസ് അൺട്രെയിൻഡ് ആണ്. പീപ്പിൾ ഹു കാൻ നെവർ ബി എ ലീഡർ, ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉദ്യോഗസ്ഥരായിട്ടോ അല്ലെങ്കിൽ പൊസിഷനിലോ CEO ആയിട്ടോ ഒന്നും ഇരിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഇവരുടെ പോസിറ്റീവ് സൈഡ് ഓഫ് ബരേറ്റ് ഇന്റലക്ട് എന്ന് പറയുന്നത്, ബരേറ്റ് ഹാസ് ആൻ എക്സലന്റ് എബിലിറ്റി ടു ഡു എ ഫിക്സഡ് ജോബിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നിർവഹിക്കും. Once they are used to a particular job, no one can beat at it. So they are excellent clerk ആയിരിക്കാം, excellent അക്കൗണ്ടന്റ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം. പക്ഷെ ഫിക്സഡ് ഐഡിയയും റുട്ടീനും അവരെ റൂൾ ചെയ്തുകൊണ്ടിരിക്കും. ദേ നെവർ ബ്രേക്ക് ദെയർ റൂൾസ്. ഒരിക്കലും അവരുടെ റൂള് മാറ്റില്ല. അതുകൊണ്ടാണ് ഇവർ മിസ്പ്ലേസ്ഡ് ആണ്. എല്ലാം ഇൻഡിസ്ക്രിപ്ഷൻ ആണ്. അവർക്ക് ഡിസ്ക്രീറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞിട്ട് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് പറയാൻ അറിഞ്ഞൂടാ. അതില് റെപ്പർട്ടറിയിൽ പറയുന്ന മിസ്പ്ലേസ്ഡ് പറയുന്നത് ഇൻഡിസ്ക്രിപ്ഷൻ എന്നാണ്. അപ്പൊ മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ് ഓഫ് കറേജ് ഇല്ല, മിസ്പ്ലേസ്ഡ് ആങ്സൈറ്റി ആയിരിക്കും, മിസ്പ്ലേസ്ഡ് അറ്റാച്ച്മെന്റ്. അത് ഉദാഹരണം പറയാൻ, മിസ്പ്ലേസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്, ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു വീടിന്റെ അടുത്തുള്ള തന്നെ, അവർക്ക് മൾട്ടി ന്യൂറൽ ഗോയിറ്റർ ആസ് വെൽ ആസ് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പൊ ആ പേഷ്യന്റ് എന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ട്രിപ്പിൾസ്. നിസ്സാര കാര്യം മതി ഉടനെ അവരെന്നെ വിളിക്കും, ഫോൺ വിളിക്കും. രാത്രി 12 1 മണിക്കും കിടന്നിരിക്കും. വിളിച്ചിട്ട് പറയും, ഡോക്ടറെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, ഡോക്ടർ ഒന്ന് വന്നേ പറ്റുള്ളൂ, എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറയും. ഡോക്ടർ എന്തായാലും ഒന്ന് വന്നേ. കാരണം അവർക്ക് അവർക്ക് എന്താണ് കോൺഫിഡൻസ് കൊടുത്തോണ്ടിരിക്കണം. ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തോണ്ടിരിക്കണം. സന്തോഷം. ഇങ്ങനെയുള്ള നേച്ചറാണ്. പിന്നെ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ബരേറ്റാഫോസ് ആണ് കൊടുത്തത്. കാരണം പുള്ളിക്കാരിക്ക് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് രാത്രി 12 മണിക്കാ 1 മണിക്കായിട്ടും ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞ് ഒരു പ്രായമുള്ള സ്ത്രീയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അവരുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി, ഒരു മകനും ഭാര്യയും അവരുമായിട്ട് തെറ്റല്ലാണ്. ഇവരുടെ ഈ മിസ്പ്ലേസ്ഡ് ആണ് അറ്റാച്ച്മെന്റ്. അവർ സ്വന്തം മകനെയും മരുമകളെയും സ്നേഹിക്കാതെ ഏതെങ്കിലും ജോലിക്കാരെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നെയാണ് സ്നേഹിക്കുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കും. ആ ഒരു നേച്ചറാണ് ഇവർ കാണിക്കുന്നത്. എന്നിട്ട് അവരെ അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു? അയ്യോ, അവർക്ക് കെട്ടിപ്പിടിച്ച് കിടക്കും, പേടി. ലൈറ്റ് അണയ്ക്കാൻ പറ്റുന്നില്ല, ഇടിമിന്നൽ ഉണ്ടാവും എന്നുള്ള പേടി, എല്ലാം പേടി. ഡോക്ടറെ ഒന്ന് തടവി കൊടുത്താൽ ഒരു ആശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ ബരേറ്റ ഫോസ് കൊടുത്ത് ആ അസുഖങ്ങളെല്ലാം കുറഞ്ഞ് ഈ മൾട്ടി ന്യൂറൽ ഗോയിറ്റർ വരെ ചുരുങ്ങി. അതാണ് ഏറ്റവും രസം, ഭയങ്കര രസമായിരുന്നു. പിന്നെ അവര് വെളിയിൽ ഇറങ്ങൂലായിരുന്നു. ഇപ്പൊ വെളിയിൽ എൻ്റെ അടുത്ത് വരും, ഇവിടെ പേഷ്യന്റ് ആയിട്ട് വരും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ മിസ്പ്ലേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ചോദ്യം ചോദിക്കുന്ന അവർക്ക് മനസ്സിലാവില്ല, അവർ ആൻസർ ചെയ്യുന്ന റോങ് ആൻസർ ആയിരിക്കും തരുന്നത്. ബിഹേവിയർ ആയാലും പ്രയോറിറ്റീസും എല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇതാണ് ബരേറ്റ കർവിന്റെ നേച്ചർ. അപ്പൊ ബരേറ്റ കർവിന്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്, ഫിസിക്കലി when we see people who have not grown to a normal height or stature, those who bald early by 20 or 25 years of age show receding hairline from the frontal region. Rounded features ആണ്, knobby nose ആണ്, occasionally mixture of rounded and squarish face ആണ്. ജനറലി ആണെങ്കിൽ തേഴ്സ്റ്റി ആണ്, ചില്ലി ആണ്, റൈറ്റ് സൈഡ് റെമഡി ആണ്. മെന്റലി ആണ് ടിമിഡ് ബേസ്ഫുൾ ചിൽഡ്രൻ ആയിരിക്കും. Grown up who come with a parent or spouse who does more of talking. അവർ സംസാരിക്കത്തില്ല, ഈ സ്പൗസ് ആയിരിക്കും സംസാരിക്കുന്നത്. People who talk too much show over confidence but sound foolish. ചിലർ സംസാരിക്കുന്നവരാണ് foolish behavior ആയിരിക്കും അവർ കാണിക്കുന്നത്. People who do not understand physician's question at one stroke give thoroughly confused and give wrong answers.
when any amount of instruction or explanation physicians gives is a waste ആണ്. People who repeat the same mistake again and again and who do not understand the importance of the things. Important thingനെ പറ്റി അവർക്ക് മനസ്സിലാവുകയില്ല. And people who are inattentive ആണ്, weak memory ആയിരിക്കും, who do fixed job for years, who are fixed in their routine, do not have adaptability to change. ഞാൻ ഈ പുതിയ ഈ പറഞ്ഞ പേഷ്യന്റ് ബരേറ്റാഫോസ് പേഷ്യന്റ് ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഫോൺ പണ്ടത്തെ നോക്കിയാണ്. ഞാൻ പറഞ്ഞു പുതിയ, അവർക്ക് പൈസ ഉണ്ട്, ഞാൻ പറഞ്ഞു പുതിയ ഫോൺ ആൻഡ്രോയിഡ് വാങ്ങിച്ചു തരാം, പൈസ തന്നാൽ മതി വാങ്ങിച്ചു തരാം. അയ്യോ ഡോക്ടറെ എന്നെ കൊണ്ട് അതൊന്നും ഉപയോഗിക്കാറില്ല, എനിക്ക് ഇത് മതി, എനിക്ക് ആരെങ്കിലും വിളിക്കണം, ആരെങ്കിലും എന്നെ വിളിക്കണം, അത്ര മതി. അതുപോലെ അവരെ ടി വി എന്ന് പറയുന്ന പണ്ടത്തെ ടി വി റിമോട്ട് കൺട്രോൾ ഉണ്ട്, എന്നാൽ അത് യൂസ് ചെയ്യില്ല, പോയി ഞെക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കും. അവർക്ക് ഈ പുതിയ ഗാഡ്ഗറ്റ്സും അതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒക്കില്ല. മോഡേൺ ഗാഡ്ഗറ്റ്സിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അതെങ്ങനെ പഠിക്കണമെന്നുള്ള കോൺഫിഡൻസും ഇല്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആഗ്രഹമില്ല. പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. കാണാൻ ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പടം വരയ്ക്കാൻ ഒരു ക്രിയേറ്റിവിറ്റി അവർക്കില്ല. എല്ലാം മിസ്പ്ലേസ്ഡ് ആണ്. പിന്നെ സ്ലോനെസ് ആണ്, എല്ലാം സ്ലോ ആണ്, സ്ലോ ഡെവലപ്മെന്റ് ആണ്, സ്ലോ അണ്ടർ ഫങ്ഷനിങ് ഓഫ് ഓർഗൻസ് ആണ്, എല്ലാം സ്ലോ ആണ്. ഇതാണ്. പിന്നെ ഡാർഫിഷ് ആൻഡ് റിട്ടാർഡഡ് ഗ്രോത്ത്, സ്ലോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയാക്ടിങ്, സ്ലോ പ്രോഗ്രസ് ഓഫ് ഡിസീസ് ആയിരിക്കും. ബരേറ്റ കർവ് സ്റ്റില്ലി, തേഴ്സ്റ്റി, സ്ലോ, മിസ്പ്ലേസ്ഡ് ആൻഡ് റൈറ്റ് സൈഡഡ്. ഇനി അതർ സാൾട്ട് ഓഫ് ബരേറ്റ കൂടെ പറയാം. ബരേറ്റ ഫോസ് ഉണ്ട്, ബരേറ്റ മൂർ ഉണ്ട്, ബരേറ്റ സൾഫ് ഉണ്ട്, ബരേറ്റ അയഡേറ്റ് ഉണ്ട്, ആൻഡ് ബരേറ്റ ആൾസ് ഉണ്ട്. ബരേറ്റ ഫോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞായിരുന്നു. അവരെന്റെ പ്രായമാണ്, പക്ഷെ അവര് കണ്ടാൽ 30 വയസ്സേ തോന്നുള്ളൂ കേട്ടോ. ഏജ് കാരണം അത്ര പൊക്കം കുറവാണ്, ഇങ്ങ് മെലിഞ്ഞ് നല്ല ഷാർപ്പ് ഫീച്ചേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ബരേറ്റ എപ്പോഴും എല്ലായിടത്തും ഗ്രോത്തിൽ പോലും മിസ്പ്ലേസ്ഡ് ആണ്. ചില 25 വയസ്സുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ 60 വയസ്സ് തോന്നും. മിസ്പ്ലേസ്ഡ് ആണ്, എല്ലാം മിസ്പ്ലേസ്ഡ് ആണ്. പിന്നെ ബരേറ്റ മൂറും ഞാൻ പറഞ്ഞു, ആ ലേഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും, എപ്പോഴും ഉൾവലിയുന്ന സ്വഭാവമാണ്. ആ മ്യൂറിയാറ്റിക്കിന്റെ സ്വഭാവമായ സെൻസിറ്റിവിറ്റി ഓഫ് മ്യൂറിയാറ്റിക്ക കൊണ്ട് ഇൻട്രോവേർട്ട്നെസ് ഓഫ് മ്യൂറിയാറ്റിക്കൻ കാണും, ആൻസൈറ്റി ഓഫ് ഫീച്ചർ ഓഫ് മ്യൂറിയാറ്റിക്കൻ കാണും. പക്ഷെ ബരേറ്റയുടെ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റേച്ചർ ആയിരിക്കും, ചൈൽഡിഷ് ബിഹേവിയർ ആയിരിക്കും, റുട്ടീൻ വർക്കാണ് അവർക്ക് ചെയ്യാൻ ഇഷ്ടം, അതിൽ നിന്ന് മാറാൻ ഇഷ്ടമില്ല. പിന്നെ അവർക്ക് ഗ്ലാൻഡുലാർ സ്വെല്ലിംഗ്, മൾട്ടിന്യൂറൽ ഗോയിറ്ററും ഉണ്ടായിരുന്നു കേട്ടോ, ലിംഫാഡിനൈറ്റിസ് ഉണ്ടാവും ഈ ബരേറ്റ മൂറിന്. പിന്നെ അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പാരാലിസിസ് ഉണ്ടാവും, ലോസ് ഓഫ് വോയിസ്, സെൻസേഷൻ ഇൻടാക്ട് ആയിരിക്കും, ഇൻസാനിറ്റി ഉണ്ടാകും. അതായത് നമ്മൾ ഷീസോഫ്രനിക്ക് നല്ല റെമഡിയാണ് ബരേറ്റ മൂറ്. ഇൻസാനിറ്റി വിത്ത് പ്രിഡോമിനന്റ് സെക്ച്വൽ ഡ്രൈവും കാണും, ആൻഡ് കൺവൾഷൻസ് ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് സെൻസേഷനും കാണും. ബരേറ്റ മൂറാണ് ഏറ്റവും സിബിലിറ്റിക്ക്, സൈക്കോസിബിലിറ്റിക്ക് നേച്ചർ ഉള്ളതാണ് ബരേറ്റ മൂറ്. പിന്നെ ബരേറ്റ സൾഫ് ആണെങ്കിൽ ഹോട്ട്, തേഴ്സ്റ്റി, എക്സ്ട്രോവേർട്ടഡ് ബരേറ്റയാണ്. ബരേറ്റയുടെ സ്വഭാവവും കാണും, സൾഫറിന്റെ സ്വഭാവമാണ്. ബരേറ്റയുടെ സ്വഭാവമാണെങ്കിൽ ഇതുപോലെ ഒരു ഒറ്റ ഇതിൽ തന്നെ നിൽക്കും. ഉദാഹരണം പറയാനാണെങ്കിൽ പ്രബൽ വിജയക സാറ് പറയുന്നുണ്ട്, ഒരു ഡഫായിട്ടുള്ള ഒരാളാണ് അയാൾ, 35 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. ഡഫ് ആയത് 3ാമത്തെ വയസ്സ് തൊട്ടാണ് ചെവി കേൾക്കാതായത്. 32 ഇയേഴ്സിൽ സാറിൻ്റെ അടുത്ത് യൂസിങ് മെഷീൻ ഫോർ ഹിയറിംഗ്, മെഷീൻ വെച്ചിട്ടുണ്ട്. 32 ഇയേഴ്സ് ആയിട്ട് മെഷീൻ വെച്ചിട്ടുണ്ട്. ദിസ് മാൻ നോൺ ടു ഓൾ ഹിൽ സ്റ്റേഷൻ ആസ് എ ഡഫ് പേഴ്സൺ എന്നാണ് അറിയുന്നത്. Right from the 8 years, he earning money by washing car and visited this hill station. He was a total extrovert and made a lot of friends. For days together, he would not take bath. കുളിക്കത്തേയില്ല, not change clothes. മാറില്ല. He never thought of changing his job for 27 years ആയിട്ട്. അന്ന് കാറ് കഴുകുന്ന അയാൾ തന്നെ ഇപ്പോഴും കാറ് കഴുകുന്നത്. 27 വർഷമായിട്ട് കാറ് കഴുകാണ്. This man was prescribed Baraita sulfur 200 single dose, cured him from his deafness നിന്ന് മാറ്റിയെന്നാണ് സാർ പറയുന്നത്.
അപ്പൊ അത്രയും ഭയങ്കരമാണ് നമ്മുടെ മെഡിസിൻ. അയാൾക്ക് പിന്നെ he threw away hearing machine and can hear very well for last 3 years. അതാണ് ബരേറ്റ സൾഫർ പ്രിഡോമിനന്റ്ലി സൈക്കോട്ടിക് വ്യാസമാണ്, ഹൈപ്പോസൈക്കോസിസ് ആണ്. ഈ ബരേറ്റ സൾഫർ എന്ന് പറഞ്ഞാൽ ലെസ് ഇലാസ്റ്റിനാണ്, മോർ ഫൈബറിനുമാണ്. അതുകൊണ്ട് ഈ പ്രൊലാപ്സിന് കൊടുക്കാൻ നല്ല റെമഡിയാണ്. പിന്നെ അതുപോലെ പ്രൊലാപ്സ് ഓഫ് ദി ഈ സേക്രം, ഈ സ്പൈനിന് പ്രൊലാപ്സ് ഉണ്ടാകുകയാണെങ്കിലും ബരേറ്റ സൾഫിന്റെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, നല്ല റെമഡിയാണ് ബരേറ്റ സൾഫ്. അവരെപ്പോഴും ഒരു ഈ ഹാർഡ് പാർട്ടിലെല്ലാം റിലാക്സേഷൻ ആൻഡ് ഫ്ലാബി ഫീലിംഗ് ആണ് അവരുടെ നേച്ചർ. പിന്നെ ടോൾ ബരേറ്റ സൾഫ് വിത്ത് സൾഫർ ലൈക്ക് പേഴ്സണാലിറ്റി ആയിരിക്കും. ലെഫ്റ്റ് സൈഡഡ് ബരേറ്റ പേഴ്സണാലിറ്റി ആയിരിക്കും. ഈ പിന്നെ ചില സ്ത്രീകളുണ്ട്, വീട്ടിൽ സാധനം വാങ്ങിച്ച് കണ്ടമാനം വാങ്ങിക്കും. അവർ രണ്ടുപേരെ കാണുള്ളൂ, പക്ഷേ ഉള്ളത് അത്രയും വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റും. അടുത്ത ആഴ്ച ആകുമ്പോൾ അതെല്ലാം എടുത്തും കളയും. അതൊക്കെ അങ്ങ് അഴുകിയിട്ട് അതെല്ലാം എടുത്ത് കളയും. ഇതും ബരേറ്റയാണ്. അവർക്ക് അറിഞ്ഞൂടാ, അവര് കാൽക്കുലേഷൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് എത്രമാത്രം വാങ്ങിക്കണമെന്നുള്ളത് അറിഞ്ഞൂടാ. അതുപോലെ അവർക്ക് തോന്നും, എന്നിട്ട് ഭർത്താവ് ഇതിന് വഴക്ക് പറയുമ്പോഴത്തേ അവർക്ക് തോന്നും അവരെ കളിയാക്കുന്നു എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ബരേറ്റ സൾഫറിന് പിന്നെ സൾഫറിന്റെ ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ഓൾഡ് ഹിസ്റ്റോറിക് പ്ലേസ് ഒക്കെ പോയി കാണാനും നേച്ചറിനെ ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആർട്ടും ക്രിയേറ്റിവിറ്റി സൾഫർ എലമെന്റ് ആണ്. പക്ഷെ ബരേറ്റയുടെ എലമെന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ഇത് ആസ്വദിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അതാണ് അവരുടെ ഉള്ള ഈ ബരേറ്റ വരുന്നത് കൊണ്ട്. സൾഫറിന്റെ സ്വഭാവം ഉണ്ട്, ബരേറ്റയുടെ സ്വഭാവം ഉണ്ട്. പിന്നെ ബരേറ്റ അയഡേറ്റോ ആണെങ്കിൽ അത് മാത്രമാണ് വ്യത്യാസം. കാരണം ബാക്കി എല്ലാം സ്ലോ റെമഡീസ് ആണ്. എല്ലാം ഇങ്ങനെ ചെയ്യും, പകുതി വെച്ചപ്പോ സൾഫർ ആണെങ്കിൽ എല്ലാം ചെയ്യും. പൈസ ഉണ്ടാക്കണമെന്നില്ല, പൈസ അത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നേ ഉള്ളു, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് കാണത്തില്ല. അത് ബരേറ്റ അയഡേറ്റോ ആണെങ്കിൽ ഹോട്ട്, തേഴ്സ്റ്റി, ഹേസ്റ്റി ആൻഡ് എക്സ്ട്രോവേർട്ടഡ് ബരേറ്റയാണ്. ബരേറ്റ അയഡേഡ് എപ്പോഴും ഡെലിജന്റ് ആണ്. ബരേറ്റ അയഡേഡ് അവര് ഭയങ്കര ദാഹമായിരിക്കും, ഭയങ്കര എപ്പോഴും ഇംപേഷ്യന്റ് ആണ്. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഹറി, ഇംപേഷ്യൻസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ആണ്. അത് സാറ് ഒരു കേസ് പറയുന്നുണ്ട്. ഈ ഒരു പേഷ്യന്റ് വന്നിട്ട്, ബരേറ്റ അയഡേഡ് പേഷ്യന്റ് വന്നിട്ട് സാറിന്റെ ക്ലിനിക്കിന്റെ വെളിയിൽ വന്നിട്ട് സാറിന് ഓരോ 5 മിനിറ്റ് ഇടവിട്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഡോക്ടറെ ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു 7 പ്രാവശ്യം വിളിച്ചു. ഒരു 10 മിനിറ്റ്സിനിടയ്ക്ക് 7 പ്രാവശ്യം വിളിച്ചു. സാറ് ചോദിച്ച് പിന്നെ കയറി വന്നിട്ട് എക്സ്ക്യൂസ് പറയും, ഡോക്ടറെ ക്ഷമിക്കണം, ഞാൻ അത് ഓർക്കാതെ ചെയ്തതാണ്, പക്ഷെ എനിക്ക് ക്ഷമയില്ല ഡോക്ടറെ, എങ്ങനെയെങ്കിലും ചെയ്യണം. പക്ഷെ ദേഷ്യവും ഒന്നുമില്ല, പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഹീസ് ഇംപേഷ്യന്റ് ആണ് പേഷ്യന്റ്. അപ്പൊ സാറ് അകത്ത് എത്തിയിട്ട് അപ്പോഴത്തെ സാറിന്റെ അടുത്ത് ഐ എം റിയലി സോറി, വെരി സോറി എന്നും പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് മിസ്പ്ലേസ്ഡ് ആണ് അവരുടെ ഇംപേഷ്യൻസ്. അപ്പൊ സാറ് ഇതാണ് കൊടുത്തത്, ബരേറ്റ അയഡേഡ് ആണ് കൊടുത്തത്. ഇവർക്ക് മിസ്പ്ലേസ്ഡ് ടു മച്ച് ഇംപേഷ്യൻസ് ആണ്. To talk in haste, he is impatient, always in a hurry to throw out everything from his mind as soon as possible. To ring up 5 times, 7 times, he cannot really understand how much time he passed since he last rang up. Misplaced ആണ്. Time passes too slowly ആയിട്ട് തോന്നും. Baratta brain take to decide initially, make this man irresolution like പൾസാറിലെ പോലെ ഇറസൊല്യൂഷൻ ആണ്. ഒരു ഡിസിഷൻ എടുക്കാൻ ഒക്കത്തില്ല. ഇതാണോ ശരി അതാണോ ശരി എന്നുള്ള ഒരു ഇതാണ്. ബോത്ത് ആർ ടിമിഡ്. പൾസാറിലെയും ബോത്ത് ആർ ടിമിഡ് ആൻഡ് ലൈക്സ് ഓപ്പൺ എയർ. പൾസാറിലെ ഈസ് സ്ലോ, ബട്ട് ബരേറ്റ അയഡേഡ് ഈസ് വെരി ഫാസ്റ്റ് ആയിരിക്കും. ഇത് എത്രയാണ് ഇത് എന്തായി? ഇതാണ് ബരേറ്റ. പിന്നെ ഒരു കേസ് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 27 വയസ്സുള്ള പയ്യൻ. ഇതിലൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ഡോക്ടർ നോട്ട്സ് എഴുതി വെച്ചിട്ട് വായിച്ചാണോ ഏത് പുസ്തകത്തിലാണെന്നൊരു
ഇത് പ്രഫുൽ വിജയൊക്കെ സാറിന്റെ ജനറ്റിക് മെറ്റീരിയൽ മേടിക്കുകയാണ് കേട്ടോ. ജനറ്റിക് മെറ്റീരിയൽ മേടിക്കുക പ്രഫുൽ വിജയൊക്കെ സാറിന്റെ ബെസ്റ്റ്. അപ്പൊ ആ ബുക്കിലാണ് ഇതുള്ളത് ഡോക്ടർ. അതിലാണ് ഇതുള്ളത്. എന്നാ ഞാൻ ട്രൈ മാത്തമാറ്റിക് മെറ്റീരിയൽ മേടിക്കാന് ബരേറ്റ കാർബിന്റെ എല്ലാ പിക്ചറും നമുക്ക് ഇങ്ങനെ പിക്ചറൈസേഷൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അത്. ഡ്രഗ് പിക്ചർ എല്ലാ മെഡിസിനും ഉണ്ടോ? ഇല്ല, കുറെ മെഡിസിൻസ് ഉണ്ട്. കാൽക്കേരിയ ഉണ്ട്, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. കാൽക്കേരിയ ഗ്രൂപ്പ് ഉണ്ട്, കാർബണേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, സൾഫർ ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. നല്ലൊരു ബുക്കാണ്, ബെസ്റ്റ് ബുക്ക്. പ്ലീസ് ക്യാൻ യു ടൈപ്പ് ദി നെയിം? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ മതി ഡോക്ടറെ ഒന്നുകൂടെ. ജനറ്റിക് മെറ്റീരിയൽ മെഡിക്ക ബൈ പ്രഫുൽ വിജയക്ക. മെറ്റീരിയൽ മെഡിക്ക, ട്രൈ മാത്തമാറ്റിക് മെറ്റീരിയൽ മെഡിക്ക ബൈ ഡോക്ടർ പ്രഫുൽ വിജയക്ക. പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെയാണ്, ബെസ്റ്റാണ്. ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യന് ഈ ബൈപോളാർ ഡിസീസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ശാന്തനാവും, അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ആ പയ്യൻ ആദ്യം കൊണ്ടുവന്നില്ല, അമ്മ ഇവിടെ വന്ന് പറയുകയാണ് ചെയ്തത്. ഈ സ്വഭാവം ഭയങ്കര, ഡോക്ടറെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, നല്ലതും പറയാൻ ഒക്കില്ല, ചീത്തയും പറയാൻ ഒക്കില്ല, ഭയങ്കര പാട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ചെറുക്കന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 10-30 പൂച്ചകളുണ്ട്. ആ പൂച്ചകളെ അത്രയും വീട്ടിനകത്താണ് ഇട്ട് വളർത്തുന്നത്. എന്നിട്ട് അതിന്റെ രോമം അത്രയും അമ്മ തൂത്തു വരണം, അതിനൊക്കെ ആഹാരം വെച്ച് വിളമ്പണം. അമ്മയെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല, മിസ്പ്ലേസ്ഡ് ലവ് ആണ്. സ്വന്തം അമ്മയെ അറ്റാച്ച്മെന്റ് ഇല്ല, പൂച്ചകളോടാണ് അറ്റാച്ച്മെന്റ്. പൂച്ചകൾക്ക് അസുഖം വന്നപ്പോക്കി എടുത്ത് കാറി കയറ്റി കൊണ്ടുപോയി ചികിത്സിക്കും. ഉള്ള പൈസ അത്രയും ഈ പൂച്ചകൾക്ക് വേണ്ടി ചെലവാക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും നശിപ്പിക്കും. ഇതായിരുന്നു സ്വഭാവം, അടിച്ചുടയ്ക്കുകയല്ല. അപ്പൊ ഞാൻ സ്ട്രമോണിയം തന്നെ, ഞാൻ ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 221 അഫോറിസത്തല്ലേ പറയുന്നുണ്ട്. ഔട്ട്ബേസ്റ്റ് ഓഫ് ലേറ്റന്റ് സോറ ഔട്ട്ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴ് ഡ്രഗ് റെമഡീസ് ഹൈ പൊട്ടൻസിയിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ആ പേഷ്യന്റ് ശാന്തനായ ഉടനെ, അതിനു മുമ്പേ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കണ്ടുപിടിച്ചിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ സമയം കളയാതെ ഉടനെ കോൺസ്റ്റിറ്റ്യൂഷനിലായുള്ള ആന്റിജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മിനിമം കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ആ കേസ് ഫ്ലോപ്പ് ആയി പോകും. അപ്പൊ ഈ പയ്യനെ കാണുന്നില്ല, ഈ അമ്മ വന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് ആദ്യം സ്ട്രമോണിയമാണ് കൊടുത്തത്. സ്ട്രമോണിയം 10 1 മെഡിക്കേറ്റഡ് പിൽസ് കൊടുത്ത് 4 വീതം 3 നേരം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പക്ഷെ അവന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ അമ്മ വന്ന് പറഞ്ഞത്, അവൻ കാണിക്കുന്ന സ്വഭാവങ്ങള് കൊച്ചു പിള്ളേരുടെ ബാലരമ ഇതൊക്കെയാണ് ബുക്കെടുത്ത് വായിക്കുന്നത്. അപ്പൊ ഒരു ചൈൽഡിഷ് ബിഹേവിയർ, അത് ഞാൻ എടുത്ത റൂബ്രിക്ക് ഡെലൂഷൻ ചൈൽഡ്, ഹീസ് എ ചൈൽഡ്. അവൻ വയസ്സ് 27 ചെറുക്കനാണ്, അവന് തോന്നുന്നു അവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന്. ഡെലൂഷൻ ചൈൽഡ്, ഹീസ് എ ചൈൽഡ്. ഒറ്റ മെഡിസിനേ ഉള്ളു, സിക്യൂട്ട 1 ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ BT കൊടുത്ത്. ഭയങ്കര മാർവലസ് ഇഫക്റ്റ് ആയിരുന്നു, നല്ല മാറ്റം വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അടിയായി, എല്ലായിടത്തും അറിയാ കമ്പാക്കളം വീണ്ടും തുടങ്ങി. അപ്പൊ അത് പാർഷ്യൽ സിമിലിമേ ആയിട്ടുള്ളു, ഫുൾ സിമിലിമം വന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും കേസ്, അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ പയ്യനെ ഒന്ന് കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പൊ പറഞ്ഞ ഡോക്ടറെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ വലിയ പാടാ, വരൂല, അവൻ ഒരിടത്തും ഇറങ്ങൂല. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ മതി ഡോക്ടർ, അവന് വേറെ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു വെളുപ്പ് പറ്റിയിട്ടുണ്ട് ഡോക്ടറെ. ഈ ഡോക്ടറെ മരുന്ന് കൊടുത്തതിന് ശേഷം, അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അത് ഓയിൻമെന്റ് ഒക്കെ ഇട്ട് കുറഞ്ഞതാ. ഇപ്പൊ ഡോക്ടറെ മരുന്ന് കൊടുത്തപ്പോ അത് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ കുറച്ച് കയ്യിലൊക്കെ വാട്സും വന്നിട്ടുണ്ട്. അപ്പൊ അതിന് കൊണ്ടുപോയി കഴിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനു മുമ്പ് ഈ പയ്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ പയ്യന് ഗൈനക്കോമാസ്റ്റി ഉണ്ടായിരുന്നു. ബ്രസ്റ്റ് ഭയങ്കര വലുതായിരുന്നു അവന്റെ തോന്നല്. അവൻ അത് അപ്പോഴും ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ.
അയ്യോ, എത്ര തള്ള പറഞ്ഞിട്ട് രക്ഷയില്ല സാർ. അച്ഛൻ ഗൾഫിലാണ്, തള്ള പറഞ്ഞിട്ട് രക്ഷയില്ല. അവസാനം കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒന്നുമില്ലായിരുന്നു. അവിടുത്തെ മാംസം എല്ലാം എടുത്ത് കളഞ്ഞ്, ആ മാംസം എല്ലാം ഫാറ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് അതെല്ലാം ചുരുങ്ങിപ്പോയി. ഇപ്പൊ അവന് നാണക്കേട് അവന് വെളിയിറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബനിയനൊക്കെ കീറിയ എങ്ങനെയൊക്കെയാണ് ഇട്ടോണ്ട് വരുന്നത്. എന്തായാലും അടുത്ത തവണ ഈ പയ്യൻ വന്ന് ഞാൻ ചോദിച്ചു, മോനെ എന്താണ് പ്രശ്നം, നിന്റെ പ്രശ്നം? അങ്ങനെ അവൻ ഒരു ജോലിക്കും പോവില്ല, വീട്ടിനകത്ത് അടച്ചിരുന്ന് ഈ പൂച്ചകളെ നോക്കിയാണ് ഇരിപ്പ്. 27 വയസ്സ് കഴിഞ്ഞാനാണ്, ഒരു ജോലിക്ക് പോകത്തില്ല. തള്ള വിഷമിച്ച് ഊപ്പാട് വരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താ മോനെ നീ ജോലിക്കൊന്നും പോവാതെ നിൽക്കുന്നു? അത് എനിക്ക് വെളിയിൽ ഇറങ്ങാൻ തോന്നുന്നില്ല ഡോക്ടറെ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, എല്ലാവരും കളിയാക്കുന്നു. അപ്പൊ ഞാൻ എടുത്തത് ഡെലൂഷൻ മോക്ക്ഡ് ലാവഡാക്ട് അവർ മോക്കഡാക്ട് എടുത്തു. ജോലിക്ക് പോകാനില്ല, മുറിയുടെ അകത്ത് അടച്ചിരിക്കും, ഈ പൂച്ചകളെയും വെച്ചുകൊണ്ടാണിരിക്കുന്നത്. അപ്പൊ ഞാൻ ക്ലിങ്ങിങ് ടു പേഴ്സൺസ് ആൻഡ് ഓർ ഫർണിച്ചർ എടുത്ത്, ആസ് വെൽ ആസ് അവന്റെ ബ്രസ്റ്റില് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ എടുത്തത് അത് എന്താണ്, ഡെലൂഷൻ മാമേ ആർ ടു ബിഗ് ഓർ ടു സ്മോൾ ആയിട്ട് തോന്നല് കൊണ്ട് അതെടുത്തു. പിന്നെ ഇൻഡിസ്ക്രിഷൻ ആണ്, ഒരു വകതിരിവില്ലായ്മയാണ് കാണിക്കുന്നില്ല. പിന്നെ അവൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡെലൂഷൻ ലെഗ്സ് കട്ട് ഓഫ്, ലെഗ്സ് ആർ കട്ട് ഓഫ്, ഇതെല്ലാം കവർ ചെയ്യുന്ന ബലേറ്റക്കാർമായിരുന്നു. ബലേറ്റക്കാർബ് 200 കൊടുത്തു. ഒരു 2-3 ഡോസ് കൊടുത്തിട്ടുണ്ട് ഞാൻ, ഒരു മാസത്തിൽ ഒരിക്കൽ വെച്ച് കൊടുത്തു. മാർവലസ് ഇഫക്റ്റ് ആണ്. ഇപ്പൊ ഭംഗിയായിട്ട് ജോലിക്ക് പോകുന്നു. പൂച്ച ഇപ്പോഴും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എല്ലാം മാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചേഞ്ച് മാറി പോസിറ്റീവിലോട്ട് വരും. പക്ഷെ ജീൻസിന് വന്ന ചേഞ്ച് അത് നമുക്ക് മാറ്റാനൊക്കത്തില്ല. പക്ഷെ അവൻ മാറി, ഇപ്പൊ വെളിയിൽ പോയി ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് തന്നെ അവര് പറയുന്നത്, അയ്യോ ദൈവഭാഗ്യം ഡോക്ടറെ, ദൈവഭാഗ്യം. അപ്പൊ അത്രയാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത്. എത്ര കറക്റ്റ് റെമഡി ആണെങ്കിൽ സിംഗിൾ, ഹനുമാൻ പറഞ്ഞ പോലെ സിംഗിൾ മിനിമം ഡോസ് കൊടുത്താൽ സുഖമായിട്ട് മാറും. അതിനി എത്രയായാലും, എനിക്ക് ഒരുപാട് കേസുകളാണ് അത് ഇങ്ങനെയുള്ള, ഞാൻ മറ്റേ ഇഷ്ടം പോലെ മെഡിസിൻ ഉപയോഗിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രഫുൽ വിജയ് സാറിന്റെ അടുത്ത് വന്നപ്പോഴാണ് എങ്ങനെയാണ് ഹോമിയോപ്പതി സയന്റിഫിക്കലി എങ്ങനെയാണ് ഹോമിയോപ്പതി ശരിയാക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഹനുമാൻ പറയുന്ന കണക്ക് നമ്മൾ മെഡിസിൻ കൊടുത്താൽ, പക്ഷെ നമ്മൾ പെയിൻ എടുക്കണം, ഓരോ കേസുകളും പഠിക്കണം, ശരിക്കും പഠിക്കണം, ഇന്നറിലോട്ട് പോകണം, പോയിട്ട് അവരുടെ എന്താണ് ഡെലൂഷൻ അല്ലെങ്കിൽ അവരുടെ പാർട്സ് പെർസെപ്ഷൻ എന്താണ് അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റെമഡി ആണെങ്കിൽ അവിടെ നമുക്ക് ക്യൂർ കിട്ടിയിരിക്കുക ആവശ്യമാണ്. ഇതാണ് എൻ്റെ കേസ്. നല്ലൊരു കേസായിരുന്നു അത്. എല്ലാ കേസുകളും ഭയങ്കര രസമാണ്. കഴിഞ്ഞ ഡോക്ടറെ? കഴിഞ്ഞു. എന്തായാലും വളരെ രസാവഹമായി ഡോക്ടർ ആസ്വദിച്ചാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. വളരെ സന്തോഷം. അപ്പോ ഇനി മറ്റുള്ളവർക്കും എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദ്യമേ ഒന്നോടൊന്ന് പറയാം. Barretta may be ruled out when person has ability for quick and adaptability ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തതിലോട്ട് അഡാപ്റ്റ് ആകുകയാണെങ്കിൽ അത് ബരേറ്റ അല്ല. നമ്മൾ അങ്ങനെയാണ് റൂൾ ഔട്ട് ചെയ്യുന്നത്, ബരേറ്റ റൂൾ ഔട്ട് ചെയ്യുന്നത്. പേഴ്സൺ ക്യാൻ കം അപ്പ് ആൻഡ് വിത്ത് ഗുഡ് ഐഡിയാസ് ആയിട്ട് പേഷ്യന്റ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബരേറ്റ അല്ല. അതുപോലെ പേഷ്യന്റ് ഈസ് വെരി പ്രിക്കോഷ്യസ് മൈൻഡ് ഉള്ളവര്, എന്ന് പറഞ്ഞാൽ ചെറിയ വായില് വലിയ വർത്തമാനം പറയുന്ന കൊച്ചു പിള്ളേരല്ലേ, ചില കൊച്ചുങ്ങൾ വലിയ വായില് വർത്തമാനം പറയും. അങ്ങനെയുള്ളവർക്ക് ബരേറ്റ കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ പേഴ്സൺ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ആർട്ടിസ്റ്റിക് ആൻഡ് ക്രാഫ്റ്റ് വർക്കൊക്കെ അറിയാവുന്ന, ഒരു പടം വരയ്ക്കാനും അല്ലെങ്കിൽ കവിത എഴുതുക, കഥ എഴുതുക, അല്ലെങ്കിൽ പാട്ട് പാടുക, ഇങ്ങനെയുള്ള ക്രിയേറ്റീവ്, ഡാൻസ് ചെയ്യുക, ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരിക്കലും ബരേറ്റ കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ പേഴ്സൺസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നവർക്കും ബരേറ്റ കൊടുക്കരുത്. അതുപോലെ പേഴ്സൺസ് ഹു ക്യാൻ യൂസ്
ന്യൂ ഗാഡ്ഗറ്റ്സ് വിത്ത് ഈസ്. എളുപ്പത്തിൽ ഇപ്പോഴത്തെ പുതിയ പുതിയ ടെക്നോളജി പഠിക്കാൻ കഴിവുള്ള AI പോലുള്ള ടെക്നോളജികൾ പഠിക്കാൻ കഴിവുള്ള പിള്ളേരാണെങ്കിൽ അവർക്ക് ഒരിക്കലും പറയിട്ടാ വരില്ല. പേഴ്സൺസ് ആൻസേഴ്സ് ക്വൈറ്റ് ഇന്റലിജന്റ്ലി ആയിട്ട് ആൻസർ പറയുന്നുണ്ടെങ്കിലും പറയിട്ട കൊടുക്കരുത്. പേഴ്സൺ ഡിസീസ് ഈസ് ഫ്രാങ്ക്ലി ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആണെങ്കിലും പറയിട്ട കൊടുക്കരുത്. വിത്തൗട്ട് ആൻ എലമെന്റ് ഓഫ് സൈക്കോസിസ് ഇല്ല. പറയിട്ട എപ്പോഴും സൈക്കോസിസിലാണ് നിൽക്കുന്നത്. പിന്നെയാണ് സൈക്കോസിബിലിറ്റിക് ആയിട്ട് വരുന്നത് ഒള്ളി പറയിട്ട 100 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൈക്കോട്ടിക്കിലാണ് നിൽക്കുന്നത്. അത്രയും തന്നെ. ഓക്കെ സോമൻ ഡോക്ടറെ, നമുക്ക് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാറുണ്ട്. ആദ്യം സേഠ് സാറിലേക്ക് തന്നെ പോകാം. സേഠ് സാറെ, ക്ലാസ് ഒക്കെ സാറ് പകുതിയായപ്പോഴാണ് വന്നതെന്ന് തോന്നുന്നു. എന്നാലും എന്താണ് സാറിന് പറയാൻ? അയ്യോ, സാറ് മ്യൂട്ടാണല്ലോ. സാറെ അൺമ്യൂട്ട് ചെയ്തേ. ഇനി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സാറ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തേ. കോഹോസ്റ്റ് ആക്കാം. സാറിനെ കോഹോസ്റ്റും ആക്കിയിട്ടുണ്ട്. സാർ ഇനി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറ് അൺമ്യൂട്ട് ചെയ്താൽ മതി. നല്ലോണം പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്താൽ മതി. മൈക്ക് സിമ്പലില് നല്ലോണം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ സാറ്. റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. നമസ്കാരം സാർ. അനിത സോമൻ അല്ലേ? അതെ അതെ അതെ. സോമൻ, എനിക്ക് സംശയം വന്നിട്ടുണ്ട്. സമോണയും അടുപ്പിച്ചു കൊടുത്തു, ബാക്കി എല്ലാത്തിനും ടൈം ലിമിറ്റ് കൊടുത്തു. അത് പ്രഭു പറഞ്ഞ കേസാണോ? അല്ലല്ല, നമ്മൾ ഉണ്ടായിരുന്നോ? അല്ല, ഹനുമാൻ ഓർഗനോണിൽ പറഞ്ഞിട്ടുണ്ട് സാറേ. 221ാമത്തെ അപ്പറില് ലേറ്റന്റ് സോർ ഔട്ട് ബസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡ്രഗ് റെമഡീസ് ഹൈപ്പൊട്ടൻസിയിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സോറ ഔട്ട് ബസ്റ്റ് ചെയ്ത സോറയെ ലേറ്റന്റ് സോറയിലോട്ട് കൊണ്ടു നിർത്തണം. എന്നിട്ട് 222ാമത്തെ അപൂർവത്തിൽ ഹനുമാൻ പറയുന്നുണ്ട്, പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. പേഷ്യന്റ് ശാന്തമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിനിമം ആ പേഷ്യന്റിന് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് കേസ് ബുദ്ധിമുട്ടാണ്. അത് കറക്റ്റാണ്. എനിക്ക് തോന്നിയത് ഒരിടത്ത് ഡോക്ടറെ അടുപ്പിച്ചിങ്ങനെ പിടിപ്പിച്ചിട്ട് എന്നമ്മേ, അപ്പൊ അത് പിന്നീട് കൊടുത്ത് 200 വരെ കൊടുത്തിങ്ങനെ മന്തിലി ഒന്നാണ്. അത് സാറ് പറഞ്ഞിട്ടുണ്ട്. ഏത് ഇങ്ങനെയുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആട്ടോമിയൻ ഡിസീസസ്, എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഉണ്ടാകുന്ന ഡിസീസസിനൊക്കെ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് 200 പൊട്ടൻസിയാണ് സ്റ്റെം സെല്ലിൽ ചെന്ന് ആക്ട് ചെയ്യുള്ളൂ. സ്റ്റെം സെല്ലിൽ ചെന്ന് ജനറ്റിക് നേച്ചറിലുള്ള സ്റ്റെം സെല്ലിൽ ചെന്ന് ആക്ട് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഏത് പൊട്ടൻസി കൊടുത്താലും ശരിയാവൂലെന്നാണ് സാറ് പറഞ്ഞത്. സാറിന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, സാറിന് തൃപ്തിയായല്ലോ? മറുപടി കറക്റ്റ് ആയില്ലയോ? ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രത്യേക രീതി പോക്കാണല്ലേ. ഇതാണ് ഡോക്ടർ. ഒരിക്കൽ ഞാന് പ്രബുൽ വിജയക്കന്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്റെ ഡ്രസ് കണ്ടത് പുള്ളി പറഞ്ഞു ഞാൻ ഓറം പറ്റാതിരിക്കുവാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓറം പറ്റി എന്ന് പറയുമ്പോ അതിനകത്ത് നിരാശയും കാര്യങ്ങളും സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ ഉണ്ടാകും. എനിക്ക് അങ്ങനെ തോട്ടേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, ഓറം പറ്റാതിരിക്കും. കാരണം പുള്ളി കറക്റ്റല്ല, അത് വേറെ കാര്യം. കാരണം എന്റെ അനുഭവത്തിൽ മറ്റുള്ള കാര്യം ഞാൻ 2-3 കേസ് 2 ഫ്രണ്ട്സിന് വരെ ഡിസ്കസ് ചെയ്ത കാര്യം. എന്നോളം നോളജുള്ള, എന്നെക്കാൾ കൂടുതൽ നോളജ് കൊടുത്ത്. അതുപോലെ ഡോക്ടർ ഒരിക്കലും ഓർമ്മ പറ്റാതെ ആവൂല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വേഷധാരണത്തിൽ കണ്ടേ. അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് സഫാരി ഷൂട്ടാണ്. സഫാരി ഷൂട്ട് ഒരു ഗോൾഡൻ കളറായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ റോളക്സ് വാച്ച് കിടപ്പുണ്ട്, അതും ഗോൾഡായിരുന്നു. ഒരു മോതിരം ഉണ്ടായിരുന്നു, അതും ഗോൾഡാണ്. ഗോൾഡ് വെച്ചാല് വജ്രവും മറ്റേ കൂടെ ഉള്ള കണ്ണാടിയാണെങ്കിൽ കാർത്തികരായിരുന്നു, അതും ഗോൾഡൻ കളറായിരുന്നു. പുള്ളി എല്ലാ പ്രാവശ്യവും ഗോൾഡ് അടിച്ചതാണ്. പുള്ളി എന്റെ വിചാരം കണ്ടിട്ട് ഞാൻ ഓറം മറ്റായിരിക്കും തെറ്റിദ്ധരിച്ചു. ഞാൻ ഓറം മറ്റായിരിക്കല്ല.
ഓക്കെ എന്നാലും സാറേ, എനിക്ക് ഇനി ബഹുമാനമാണ്. കാരണം പുള്ളിയുടെ ഒരുപാട് പ്രിസ്ക്രിപ്ഷനൊക്കെ വളരെ ആക്യുറേറ്റ് ആണ് ചില കാര്യങ്ങൾ, വെരി ഓക്കെ ആക്യുറേറ്റ് ആണ്. ഓക്കെ സെഡ് സാറേ, നമുക്ക് ഇനി ഭദ്രൻ ഡോക്ടർ വീഡിയോ ഓണാക്കി ഇരിപ്പുണ്ട്. ഭദ്രൻ ഡോക്ടറിലേക്ക് ഭദ്രൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇനി മറ്റുള്ളവരെല്ലാം എന്തായാലും ചോദിക്കാനുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് റെഡി ആയിരിക്കണേ. എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. എന്നാലും അനിതാ സ്വാമി എന്റെ ക്ലാസ്മേറ്റ് ആണ്. പുള്ളിയുടെ കുറച്ച് ഒബ്സർവേഷൻസ് എല്ലാം കുറച്ചൊക്കെ ഏകപക്ഷീയമാണ്, എന്നാലും ബയാസ്ഡ് ആയിട്ട് കുറച്ചുണ്ട്. എന്നാലും കുറെ നല്ല ഒബ്സർവേഷൻസ് ഉണ്ട്. അത് നല്ലതെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ബെരേറ്റയുടെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. അത് ബെരേറ്റ കാർബൺ, ബെരേറ്റ അയഡൈഡ്, ബെരേറ്റ സൾഫർ ഇതെല്ലാം കൂടെ പ്രത്യേകിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞത് വളരെ നന്നായി. അത് പിന്നെ അതിന്റെ അപ്പൊ അതില് ഇത് നമുക്ക് പതോളജിക്കൽ ബേസിൽ പറയുന്നത് തോന്നില്ല. ഹൈപ്പർ ടെൻഷൻ, അതുപോലെ സർട്ടൻ നെർവസ് ഡിസ്റ്റർബൻസസ്, അതെല്ലാം നമ്മൾ ഇതിൽ വന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഔട്ട്ലൈൻ തന്നതാണ് ഡോക്ടറെ, ഒരു ഔട്ട്ലൈൻ തന്നേ ഉള്ളു. അല്ല, ഏത് ഡിസീസിനാണെന്ന് ഉപയോഗിക്കാം, പക്ഷേ ന്യൂറോ എക്ടോഡേമിലാണ് കൂടുതൽ. അല്ല, ചിലര് ഹൈപ്പർ ടെൻഷന് ഈ ബരേറ്റക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഭദ്രൻ ഡോക്ടർ? അതിന് പത്തോളജി ആയിട്ട് അതിരോക്ലോസിസ്, കൊളിയോസിസ് പറയുന്നുണ്ട്. ഏതാണ്? പ്രഷർ കൂടുതലായിരിക്കും. അല്ല, അതിറോസ്ക്ലീറോസിസ് പറയുന്നത് ബരേറ്റ മൂറിനാണോ? അതേ ബരേറ്റ കാർബിനുണ്ടോ? ക്ലിയർ ആയിട്ട് ബരേറ്റ കാർബ് ആ തലത്തിലൊന്നും ഓൾഡേജ് ഡിസീസിനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ബരേറ്റ. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട്. പക്ഷെ ഈ ഇൻഡിക്കേഷൻ മെന്റൽ പിക്ചർ ഈ രീതിയിൽ വരണം, എന്നാലേ ഉപയോഗിക്കാം. ഓൾഡ് ഏജിന് ചൈൽഡിഷ് ക്യാരക്ടർ ഉണ്ടാവും. അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് അമ്പാടിയമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടിയമ്മയിലേക്ക് പോകാൻ കുറച്ച് ദിവസമായി. ബെറേറ്റമ്യൂറിന്റെ BP സിസ്റ്റോളിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഡയസ്റ്റോളിക് പ്രഷർ ആണെങ്കിൽ 140 ഡയസ്റ്റോളിക് 110 വരും. അങ്ങനെ അത്ര വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ബെറേറ്റമ്യൂറ് കറക്റ്റ് ആയിട്ടും ഡയസ്റ്റോളിക് ഹൈ ആണെന്നാണ് പറയുന്നത്. ഡയസ്റ്റോളിക് ഹൈ ആയിരിക്കും. സിസ്റ്റോളിക് കമ്പാരിറ്റീവ്ലി സിസ്റ്റോള് 120 ആണെങ്കിൽ 80 ആണല്ലോ. അപ്പൊ ആ 80 എന്നുള്ളത് ചിലപ്പോ 100, 110 വരും. പത്തോളജി അറിയാവോ? പത്തോളജി അത് ഇതുകൊണ്ടല്ലേ അതന്നെ സൈക്കോട്ടിക് അല്ലേ? അപ്പൊ സൈക്കോട്ടിക് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. തിരിച്ചാണെങ്കിലോ നോർമൽ ആണല്ലോ ഡോക്ടറെ. കാരണം അപ്പൊ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് സിസ്റ്റോളിക്ക് അപ്പൊ പമ്പ് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവുമ്പോ ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും സിസ്റ്റോളിക് പ്രഷർ കൂടും. പക്ഷെ ഡയസ്റ്റോളിക് പ്രഷർ അത് നോർമൽ ലെവലിൽ തന്നെ നിൽക്കും. അത് ഈ ബ്ലഡ് വെസലിനകത്ത പ്രഷറാണ്. അപ്പൊ അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ബരേറ്റമൂറിന് എപ്പോഴും അതെറോസ്ക്ലീറോസിസ് വന്നിട്ട് ബ്ലഡ് ഒഴുകുന്നത് വളരെ ഇതായിട്ടാണ്, കഷ്ടപ്പെട്ടാണ് ഒഴുകുന്നത്. അപ്പോഴാണ് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ കൂടുതലായിരിക്കും. അത് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആണ്. ഓക്കെ, തിരിച്ചാണെങ്കിലോ? സിസ്റ്റോളിക് ഹൈ, ഡയസ്റ്റോളിക് സിസ്റ്റോളിക് ഹൈ ആണെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ കാണും. ആ ടെൻഷൻ വെച്ചിട്ട് മെഡിസിൻ കൊടുത്താൽ മതി. കൊടുക്കാം, കൊടുക്കാം. പേടിച്ചിട്ടാണ് ഉണ്ടാകുന്ന അപ്പണേറ്റ് കൊടുക്കാം. ബെൽഡോൺ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൗട്ട് ചെയ്തിട്ടായിരിക്കാം വരുന്നത്. അങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. നെക്സോമിക്കാൻ കൊടുക്കാം. രണ്ട് വേർതിരിച്ച് അത് കിട്ടാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
അമ്പാടി വെറുതെ അമ്മ വെച്ച് പറഞ്ഞു പഠിക്കണം അപ്പോഴേ കഴിഞ്ഞായിരുന്നു. പറ്റുള്ളൂ. ഇതോ വെറുതെ വെച്ച് പഠിക്കണം അപ്പോഴേ ശരിയാവുള്ളൂ പറയാം. നമ്മള് ശരിക്കും പഠിക്കണം. ഞാനിപ്പോഴും അല്ല എനിക്ക് തോന്നുന്നു പഠിച്ചോണ്ടിരിക്കുന്നു പറയാം. അല്ല ഹെറിഡിറ്ററി ആയിട്ടുള്ള ബിപിയും സിസ്റ്റോളിക്ക് ഹൈ ആയിരിക്കും തോന്നുന്നു. ഹെറിഡിറ്ററി Hereditary. ആണെങ്കിൽ നമ്മളത് ആ കാസ്ട്രോളിക്ക് ഹൈ ആയിരിക്കും. അമ്പാടി അമ്മയ്ക്ക് സംസാരിക്കാം. എന്തോന്ന് പറഞ്ഞല്ലോ. ഇതാണെങ്കിൽ ജനറ്റിക് ആണെങ്കിൽ അവിടെ ആൻറ്റി മയാസ്മാറ്റിക് അത് ഏതാന്ന് നോക്കണം. സിഫിലിറ്റിക് ആണോ, ഈ ഹാർട്ടിനൊക്കെ ടെൻഡൻസി ഇതിൽ ഈ കാർഡിയാക് ഡിസീസൊക്കെ വരാനാണെങ്കിൽ സിഫിലിറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ സൈക്കോട്ടിക്. അങ്ങനെ അത് നോക്കിയിട്ട് മെഡിസിൻ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കാനായിട്ട്. ആൻറ്റി ഓക്കെ മയാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്തായാലും ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സോയപ്പൻ ഡോക്ടർ ഉണ്ടോ? നമ്മുടെ അനിത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി സോയപ്പൻ ഡോക്ടർ എന്തോ ഒരു സംശയവും ആദ്യം പറഞ്ഞിരുന്നു. സോയപ്പൻ ഡോക്ടർ ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഇല്ല. ഞാൻ അപ്പോ തന്നെ നന്ദി പറയാം അനിതേ, അല്ല മോളെ ശൈല. ഓക്കെ 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 അമ്പാടിയമ്മയെ തന്നെ ക്ഷണിക്കുക. അനിത ഇത്ര നന്നായിട്ട് പ്രഫുൽ വിജയക്കാരൻ്റെ ആ ഒരു ഇതെല്ലാം ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് പഠിച്ചത് പോയതാണ്. 12 days ഒറ്റ ഉള്ളത് മൂന്നാറിൽ. ശരിക്കും സാറ് പറയുന്ന പോലെ ആ ഒരു പിക്ചർ നമുക്ക് തന്നു അനിത. എന്തായാലും വെരി ഗുഡ്. താങ്ക് കീപ് യു ഇറ്റ് അപ്പ്. താങ്ക് യു സോ അതുകൊണ്ട് ഞങ്ങളെ ഈ എൻ്റെ പേരിലും ഈ IFHൻ്റെ പേരിലും ഇത് ഇവിടെ ഹോമിയോപ്പതി ക്ലബേഴ്സിൻ്റെ പേരിലും അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ലോട്ട്. തീർച്ചയായിട്ടും അമ്പാടിയമ്മയ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്തായാലും കുറെ കേസുകളിൽ ബരേറ്റ കാർബിനെ ഒഴിവാക്കി മാറ്റി നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനിതാ സോമൻ ഡോക്ടർ പറഞ്ഞു തന്നു. വളരെ സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഇതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് മെഡിസിന്റെ ആ ഒരു ഡ്രഗ് പിക്ചറുമായിട്ട് വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം.